ഇദ്ദേഹത്തിൻ്റെ കാഴ്ച മാത്രമല്ല, ജീവിതവും പൂർണ്ണമായി അന്ധതയിലേക്ക്. നമ്മളെ ഒരു കണ്ണിനൊരു മങ്ങൽ വന്നാൽ, ഒരു പൊടി വന്നാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ അറിയാം. അപ്പോൾ ഇവർ ഒരു കണ്ണ്, അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കണ്ണ് പുറത്തേക്ക് വന്ന് എന്നാൽ ഒരു കണ്ണുകൊണ്ട് ജീവിക്കാറുമ്പോൾ ആ കണ്ണും കൂടി അടിച്ചുപോയി പൂർണ്ണമായിട്ട്. ഒരു 10-40 വയസ്സ് വരെ 2 കണ്ണും കണ്ടുകൊണ്ടില്ല ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു അന്ധതയിലേക്ക് പോകാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡിപ്രഷൻ്റെ അങ്ങേ അറ്റമായി. ക്ഷീണം തുടങ്ങിയ ശേഷം ഒരു BP കൂടുതലായിട്ട് കണ്ണിനെ വധിച്ചു. കണ്ണ് ഇറക്കേണ്ടി വന്നതാണ്. ഞാൻ ത്രിലോക സമാജപതി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അവർക്ക് മുമ്പിലോട്ട് പോകാൻ ഇനി നമ്മുടെ സഹായം കൂടിയേ തീരും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എത്തിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥന. ഞാൻ സുകുമാരൻ പെരിയച്ചൂർ, സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ ചെറിയ ഒരു എഴുത്തുകാരനുമാണ്. ഇവരുടെ ജീവിതത്തെ, ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഒരു 4 പേരെ രക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വിചാരിച്ചാൽ സാധിക്കും. അതിനുവേണ്ടി സഹകരിക്കുക. നമ്മൾ ശരിക്കും നാട് കൽക്കത്ത ആണ്. നമ്മൾ എവിടെ വന്നിട്ട് ഇവിടെ 30 വർഷത്തിൽ മേലായി നമ്മൾ എവിടെ താമസിക്കുന്നത്. ഈ കുട്ടികൾ അടുത്ത വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. എന്ത് ചെയ്യാമെന്ന് പറയാൻ പാടില്ല. എനിക്ക് മുന്നിൽ ജീവിക്കാനൊന്നും പാടുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒരുപാട് ചാരിറ്റിയുടെ വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. ഒരുപാട് കാണുമ്പോൾ ആർക്കായാലും അതൊന്ന് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നുന്ന രീതിയിലാണ്. നിലവിൽ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് 40 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. 3-4 കോടി ജനങ്ങളുണ്ട് നമ്മളെ കേരളത്തിൽ മാത്രം. അതിൽ 1% എടുത്താൽ 3 ലക്ഷത്തിൻ്റെ ആൾ. ഒരു 10 രൂപ വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബം മൊത്തം ലക്ഷം. ഒരു 10 രൂപ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. നമ്മളടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാവൽ. 1 രൂപയല്ലേ അത് കൊടുത്തിട്ട് എന്താവെന്ന് ചിന്തിക്കാതെ 1 രൂപ പറഞ്ഞ പോലെ 1% ആൾക്കാർ തന്നു കഴിഞ്ഞാൽ ഇവരെ ജീവിതം രക്ഷപ്പെടുന്ന രീതിയിലാണുള്ളത്. അല്ലാതെ 100, 500, 1000 എന്നൊന്നും ഒരിക്കലും ഒരാളെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ കാണുന്ന QR കോഡിലേക്കോ അക്കൗണ്ട് നമ്പറിലേക്കോ അല്ലെങ്കിൽ ഫോൺ പേ, Paytm, Google Pay ഈ നമ്പറിലേക്കോ ചെയ്ത് സഹായിക്കണമെന്ന് വിധമായി അപേക്ഷിക്കുന്നു.